നമസ്കാരം. ഇപ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ടാവാം. പക്ഷേ ഇങ്ങനെയുള്ള ഒരു പരിപാടിയുടെ ഒരു പരിമിതി എന്ന് പറയുന്നത് നിങ്ങൾക്ക് നേരിട്ട് ചോദ്യങ്ങൾ ചിലപ്പോൾ നമ്മളോട് ചോദിക്കാൻ പറ്റില്ല. പക്ഷേ ഇതുപോലെയുള്ള പരിപാടികൾ ഇതിന്റെ മുന്നേ സംഘടിപ്പിച്ചതിന്റെ അനുഭവ സമ്പത്ത് വെച്ച് ഇതുപോലെ രക്ഷിതാക്കൾ ഞങ്ങളോട് ചോദിച്ച ചോദ്യങ്ങൾ വെച്ചിട്ട് അതിൽ ഏറ്റവും പ്രധാനമായ കുറച്ച് ചോദ്യങ്ങൾ ഞാൻ ഇവിടെ ഡോക്ടർ ഷറഫുദ്ദീനോടും അതേപോലെ തന്നെ സുമനോടും ചോദിക്കുന്നതാണ്. രണ്ടുപേരും നമ്മൾക്ക് അതിന്റെ ഉത്തരങ്ങൾ നൽകും. അപ്പോൾ നമുക്ക് അടുത്ത ചർച്ചയിലേക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യം ശ്രീ സുമനോടാണ്. ചോദ്യം ഇതാണ്: എന്റെ കുട്ടിയെ നമുക്ക് എത്ര നേരത്തെ കറക്റ്റ് ആയിട്ട് കേൾവി പരിശോധന നടത്തി കണ്ടുപിടിക്കാൻ പറ്റും? കൃത്യമായിട്ട് ഏത് പ്രായത്തിലാണ് കേൾവി ശക്തി കണ്ടുപിടിക്കാൻ പറ്റുക? നമ്മുടെ സംസ്ഥാനത്ത് ന്യൂബോൺ ഹിയറിംഗ് സ്ക്രീനിങ് പ്രോഗ്രാം വളരെ നല്ല രീതിയിൽ നടക്കുന്ന ഒരു കാര്യമാണ്. അപ്പം കുട്ടികൾ ജനിച്ച സെക്കൻഡ് ഡേ തന്നെ മൂന്നാം ദിവസം തന്നെ നമ്മുടെ കുട്ടികൾക്ക് OA സ്ക്രീനിങ് ചെയ്യുകയും വിത്തിൻ 1 മാസം 2 മാസം സമയത്തുള്ളിൽ തന്നെ ABR ടെസ്റ്റിംഗ്, ASSR ടെസ്റ്റിംഗ് പോലത്തെ ഡീറ്റെയിൽ ആയിട്ട് എവാലുവേഷൻ നമ്മൾ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. സോ നമ്മൾ ജനിച്ചു കഴിഞ്ഞാൽ ഉടനെ വിത്തിൻ 3rd ഡേ തന്നെ നമ്മൾ OA സ്ക്രീനിങ്ങിലൂടെ തന്നെ നമ്മൾ ടെസ്റ്റിംഗ് ചെയ്യണം. OA സ്ക്രീനിങ് ഫെയിൽ ആയി കഴിഞ്ഞാൽ പേരൻസ് അത് കൃത്യമായിട്ട് നോട്ട് ചെയ്തിട്ട് അവർ ഓഡിയോളജിസ്റ്റ് പറയുന്ന ആ സമയത്തുള്ളിൽ തന്നെ ചെന്ന് വീണ്ടും സെക്കൻഡ് സ്ക്രീനിങ് എടുക്കണം. ഇൻ കേസ് പാസ് ആയി കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങൾ കേൾവി ഓരോ പ്രായത്തിൽ കുട്ടികളുടെ കേൾവി സംബന്ധമായി വളർച്ച ഒരു ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരികയും ചെയ്യും. അതുകൂടാതെ തന്നെ സംസാരത്തിന് ഭാഷ വളർച്ച എങ്ങനെ നടക്കുമെന്ന് പറഞ്ഞു തരികയും ചെയ്യും. ഇൻ കേസ് ഫെയിൽ ആയി കഴിഞ്ഞാൽ ആദ്യത്തെ 1 മാസം അല്ലെങ്കിൽ 2 മാസത്തിനുള്ളിൽ തന്നെ ABR അസസ്മെന്റ്, ASSR അസസ്മെന്റ് ഉള്ള ഡീറ്റെയിൽ എവാലുവേഷൻ പ്രൊസീജിയേഴ്സ് തന്നെ നമ്മൾ നടത്തണമെന്നാണ്. കേൾവി പരിശോധന അമ്മയും കുട്ടിയും പ്രസവം കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യുന്നതിന് മുന്നേ തന്നെ നമുക്ക് ആദ്യത്തെ ഹിയറിംഗ് സ്ക്രീനിങ് നടത്താൻ പറ്റുമെന്ന് 3 മാസത്തിനുള്ളിൽ അത് കൺഫേം ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു ഇപ്പോൾ സുമൻ. അടുത്ത ചോദ്യം ഡോക്ടർ ഷറഫുദ്ദീനോടാണ്. സാർ ഇവിടെ പറഞ്ഞു ഏർലി ഇന്റർവെൻഷൻ അല്ലെങ്കിൽ എത്രയും നേരത്തെ തന്നെ നമ്മളൊരു തീരുമാനം എടുക്കണം, ഒരു ചികിത്സാ രീതിയുമായി മുന്നോട്ട് പോകണമെന്ന്. അപ്പോൾ ചോദ്യം ഇതാണ്: എന്റെ കുട്ടിക്ക് 3 വയസ്സിന് മുകളിൽ പ്രായമായി, കോക്ലിയർ ഇംപ്ലാന്റ് ശസ്ത്രക്രിയ ചെയ്യാൻ വളരെ സമയം വൈകിയോ എന്നാണ് സർ ചോദ്യം. താങ്ക് യു അനീഷ് ഫോർ ദ ക്വസ്റ്റ്യൻ. ഇത് സാധാരണഗതിയിൽ നമ്മുടെ നാട്ടിൽ കാണുന്ന ഒരു പ്രശ്നം. ഏർലി ഇന്റർവെൻഷൻ എന്നുള്ള നമ്മൾ ഇത്രയും വർഷങ്ങളായിട്ട് പറയുന്നുണ്ടെങ്കിൽ പോലും പലപ്പോഴും കുട്ടികൾ എത്തുന്നത് 3 വയസ്സോ പലപ്പോഴും അത് കഴിഞ്ഞിട്ടുമാണ്. അതുകൊണ്ട് തന്നെയാണ് ആദ്യം നമ്മൾ ശ്രുതിതരംഗം പ്രോഗ്രാം, ഗവൺമെന്റിന്റെ കേരള പ്രോഗ്രാം തുടങ്ങിയപ്പോൾ ഇനീഷ്യലി 3 years ആയിരുന്നു, ഓർക്കുന്നുണ്ടാവും അനീഷ്. പിന്നെ അത് 5 years ആക്കാൻ നിർബന്ധിതരായി. കാരണം കുറെ കുട്ടികൾ നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ ലേറ്റായി, അവർ ട്രീറ്റ്മെന്റിന് ലേറ്റായി വന്നത്. പക്ഷെ നമ്മളുടെ കുട്ടികളെ ഈ ഒരു വയസ്സിന്റെ ഇതിൽ മാത്രം, കാരണം പലപ്പോഴും ഒന്നെങ്കിൽ അവരുടെ അറിവില്ലായ്മ ഉണ്ട്, അല്ലെങ്കിൽ ഇതിനുള്ള വലിയൊരു കാരണം ഞാൻ നേരത്തെ എന്റെ സംസാരത്തിൽ പറഞ്ഞ പോലെ ഈ ഡിറ്റക്ട് ചെയ്ത് കഴിഞ്ഞ ശേഷം അവർക്ക് ഈ ഇതിനുള്ള ഒരു ഉറപ്പ് കിട്ടാത്തതുകൊണ്ടും മിസ്ലീഡിങ് വരുന്നത്. വേറെ പല ആളുകളും ഇത് ഒന്നുകൂടെ നോക്കിയാൽ കുട്ടി സംസാരിക്കും, എൻ്റെ വീട്ടിൽ എൻ്റെ കുട്ടി, എൻ്റെ കുടുംബത്തിലെ കുട്ടി ഇങ്ങനെ സംസാരിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ അവരുടെ കുട്ടി കുറച്ച് കഴിഞ്ഞിട്ടാണ് സംസാരിച്ചിട്ടുള്ളത്, അവർക്ക് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല, ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് നീണ്ടുപോകണം. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് കഷ്ടകാലത്തിന് ഒരു പാരന്റ് ലേറ്റ് ആയിട്ടാണ് റിപ്പോർട്ട് ചെയ്യുന്നത്, 3rd yearലാണ് റിപ്പോർട്ട് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറയുന്നത് വി ഹാവ് ടു ഡു ദ സർജറി. അവർക്കത് കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കുക. പക്ഷെ അവർക്ക് അതിന് കറക്റ്റ് ആയിട്ട് പറഞ്ഞു കൊടുക്കണം. 1 വയസ്സിൽ ചെയ്യുമ്പോഴുള്ള വ്യത്യാസം, 2 വയസ്സിൽ ചെയ്യുമ്പോഴുള്ള വ്യത്യാസം, 3 വയസ്സിൽ ആയി നിങ്ങളുടെ കുട്ടിക്ക്. പക്ഷെ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു എഫക്റ്റ് കിട്ടിയില്ലെങ്കിലും നിങ്ങളുടെ കുട്ടീനെ നമുക്ക് വലിയൊരു ഹാൻഡിക്യാപ്ഡ്നെസ്സിൽ നിന്ന്, വലിയൊരു വിഷമങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്താൻ പറ്റും എന്നുള്ളത് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ട് അവരെ ചെയ്യാം എന്നുള്ളത് തന്നെയാണ് എൻ്റെ അതിനുള്ള ഉത്തരം. 3 വയസ്സായി ലേറ്റ് ആയിട്ട് റിപ്പോർട്ട് ചെയ്താലും 3 വയസ്സ് എന്നുള്ളൊരു കൺസിഡറേഷൻ വെച്ചിട്ട് നമുക്കത് കോക്ലിയർ ഇംപ്ലാന്റ് ചെയ്യാം എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഉത്തരം. അതിന് അനീഷ് മനസ്സിലായിട്ടുണ്ടാവും തോന്നുന്നു. തീർച്ചയായും ഡോക്ടർ. അടുത്ത ചോദ്യം നേരത്തെ ചോദ്യത്തിനുള്ളിൽ നേരെ വിപരീതമായ ഒരു ചോദ്യമാണ്. ചോദ്യം ഇതാണ്: എൻ്റെ കുട്ടി വളരെ ചെറുതാണ്, ഇങ്ങനെയുള്ള വളരെ ചെറിയ കുട്ടികളിൽ കോക്ലിയർ ഇംപ്ലാന്റ് ശസ്ത്രക്രിയ എത്രത്തോളം സുരക്ഷിതമാണ് എന്നാണ് ചോദ്യം. നമ്മുടെ ഇന്നത്തെ ഈ ടോക്കിന്റെ ഒരു മെയിൻ സബ്ജക്ട് തന്നെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഏർലി ഇന്റർവെൻഷൻ ആണ്. കുട്ടി കേൾക്കുന്നത് 4ാം മാസം ഗർഭാവസ്ഥയിലാണെന്ന് പറയും. അന്ന് മുതലേ ആ സിഗ്നൽസ് ബ്രെയിനിലോട്ട് പോകുന്നു എന്ന് നമ്മൾ പറയുന്നു.
അപ്പൊ എത്രയും ചെറുതാണോ, സത്യം പറഞ്ഞ ഇന്റർവെൻഷൻ 6 മന്ത്സിന് മുമ്പ് തുടങ്ങണം. കോക്ലിയർ ഇംപ്ലാന്റിന്റെ കാര്യം പറയുകയാണ് വെച്ച് കഴിഞ്ഞാൽ സാധാരണഗതിയിൽ നമ്മൾ WHO കണക്കുകൾ പ്രകാരം 1 ഇയർ ആണ് കോക്ലിയർ ഇംപ്ലാന്റ് ഒരു ഏജ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. പലപ്പോഴും നമുക്ക് അതിന് മുമ്പ് ചെയ്യേണ്ടി വരും. മെനിഞ്ചൈറ്റിസോ അങ്ങനെ ചില എമർജൻസി സിറ്റുവേഷൻസ് ഉണ്ട്, ട്രോമ, മെനിഞ്ചൈറ്റിസ് ഇതുപോലുള്ള ചില സിറ്റുവേഷൻസിൽ സഡൻ സെൻസറി പെട്ടെന്ന് കേൾവി പോകും. അങ്ങനത്തെ നമ്മൾ എത്രയും പെട്ടെന്ന് ചെയ്യുന്നു അത്രയും ബെനിഫിറ്റ് നമുക്ക് കിട്ടും. അപ്പൊ അതുകൊണ്ട് തന്നെ എത്രയും നേരത്തെ 2 യങ് എന്നുള്ളൊരു ഒരു ഇത് എനിക്കതിന് ഉദാഹരണം ഇത് ഈ ചോദ്യം കേൾക്കുമ്പോൾ തോന്നുന്നത്, ഒരു 4 ദിവസം പ്രായമുള്ള ഒരു കുട്ടി 4 ദിവസം 4 ഡേയ്സ് പ്രായമുള്ള ഒരു കുട്ടി ഒരു ഡയഫ്രമാറ്റിക് ഹെർണിയായിട്ട് വരുന്നു. കുട്ടി ശ്വാസം കിട്ടുന്നില്ല, ചെയ്തില്ലെങ്കിൽ കുട്ടി മരിച്ചു പോകും. 4 ദിവസം പ്രായമുള്ള ഒരു കുട്ടിയുടെ ലങ്സും ഹാർട്ടും ഒക്കെ നമ്മൾ തുറന്ന് സർജറി ചെയ്യേണ്ടത്. പിന്നീട് ഒരു 8 മാസം 9 മാസം അല്ലെങ്കിൽ ഒരു വർഷം. പിന്നെ ഈ കോക്ലിയർ ഇംപ്ലാന്റ് എന്ന് പറഞ്ഞ സർജറി അത്ര ഒരു മേജർ സർജറി ഒന്നും അല്ല. നമ്മൾ സാധാരണ ചെവിയുടെ സർജറി ചെയ്യുന്നതിൽ നിന്നും വലിയ വ്യത്യാസങ്ങളൊന്നും ഇല്ല. ആ ഒരു ടെക്നോളജിയാണ് അതിൻ്റെ ഒരു മെയിൻ കോൺട്രിബ്യൂഷൻ, ഓഫ് കോഴ്സ് ആ ഒരു എക്സ്പെർട്ടൈസ്. അപ്പൊ നമുക്ക് അങ്ങനെ ഒരു ടീം ഉണ്ടെങ്കിൽ കേരളത്തിൽ ഇന്ന് ഈ കോക്ലിയർ ഇംപ്ലാന്റ് സെന്ററുകളെല്ലാം ഞാൻ മനസ്സിലാക്കുന്നത് വളരെ എക്യുപ്ഡ് ആണ്. പിന്നെ അനസ്തേഷ്യ റിസ്ക് ആണ് ഈ ഒരു ഇതിൽ. അതെല്ലാം ഞാൻ പറഞ്ഞല്ലോ, 4 ദിവസം പ്രായമുള്ള ഒരു കുട്ടിക്ക് സർജറി, മേജർ സർജറി ഹാർട്ടിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ എന്തുകൊണ്ട് ഈ ഒരു ചെവിയുടെ സർജറി ചെയ്തുകൂടാന്നുള്ളതിൽ എല്ലാ ഉത്തരം അടങ്ങിയിരിക്കുന്നുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കണം. സോ യു ക്യാൻ വെരി വെൽ ഡൺ പ്രൊവൈഡ് യു ഹാവ് എ ഗുഡ് ടീം. നിങ്ങൾക്ക് നല്ലൊരു സെന്ററിൽ നല്ലൊരു ടീമുള്ള അണ്ടറിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ചെയ്യാം. ചെറിയ കുട്ടികൾ ഒരു 1 ഇയർ, അറൌണ്ട് 1 ഇയർ നിങ്ങൾക്ക് ചെയ്യാം സർ. താങ്ക് യു. വളരെ നന്നായിട്ട് വിശദീകരിച്ചു തന്നത് നന്ദി ഡോക്ടർ ഷറഫുദ്ദീൻ. അടുത്ത ചോദ്യം, നമ്മൾ ഏർലി ഇന്റർവെൻഷന്റെ ഒരു പ്രാധാന്യത്തെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ അടുത്ത സ്റ്റേജിലേക്ക് പോകണമെന്ന് എല്ലാ രക്ഷിതാക്കൾക്കും ആഗ്രഹമുണ്ടാകാം. അപ്പോൾ ഈ ഒരു സാമൂഹിക അകലം പാലിക്കേണ്ട സമയത്ത്, COVID-19 ഇങ്ങനെ വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് ഹോസ്പിറ്റൽ, ക്ലിനിക് സന്ദർശനം എത്രത്തോളം സുരക്ഷിതമാണ് എന്നാണ് അറിയുന്നത് ഡോക്ടർ? ഹോസ്പിറ്റലാണ് എനിക്ക് തോന്നുന്നു ഏറ്റവും സുരക്ഷിതമായിട്ടുള്ള ഒരു സ്ഥലം. അല്ലാണ്ട് സൂപ്പർ മാർക്കറ്റുകളോ ബസ്സോ റെയിൽവേ സ്റ്റേഷനുകളോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ മോളുകളോ ഒന്നും അല്ലാതെ ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോ ആദ്യം തന്നെ ഞങ്ങൾ ഈ കോവിഡ് തുടങ്ങിയ സമയത്ത് തന്നെ നിരന്തരമായിട്ട് മീറ്റിങ്ങുകൾ കൂടിയിരുന്നു. എന്താണ് കോവിഡ്, എന്താ നമ്മൾ ചെയ്യാന്നുള്ളത്. അപ്പൊ അതിന്റെ ഒരു സയന്റിഫിക് ഇൻഫർമേഷൻ ഏറ്റവും കൂടുതൽ ഉള്ള ഒരു ടീമാണ് ഹോസ്പിറ്റലിൽ ഉണ്ടാവുക. അതുകൊണ്ട് ബാക്കിയുള്ള സർജറികളൊക്കെ ചെയ്യുന്ന പോലെ എല്ലാ പ്രിക്കോഷൻസും എടുത്ത് ഹോസ്പിറ്റലിൽ ഒരു കോവിഡ് കിട്ടാണ്ടിരിക്കാനുള്ള എല്ലാ പ്രിക്കോഷൻസും, ഇത് പലതും നമ്മുടെ കൈകളിലല്ല. കോവിഡിന്റെ ഇത് ഇപ്പോഴും എല്ലാം പറയുമ്പോൾ നമുക്കൊരു ഇൻവേർട്ടഡ് കോമയിലേ പറയാൻ പറ്റുള്ളൂ. കോവിഡ് എന്ന് അവസാനിക്കുന്നു അല്ലെങ്കിൽ എന്താണത്, എങ്ങനെയാണ് പോക്ക് എന്നുള്ളത് പലതും പറയാൻ വയ്യ നമുക്ക്. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാ പ്രിക്കോഷൻസും എടുത്ത് ഹോസ്പിറ്റൽ സന്ദർശിക്കുന്നത് കൊണ്ട് യാതൊരു കുഴപ്പമില്ല. ഈ പറഞ്ഞ പോലെ ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഹോസ്പിറ്റൽ സന്ദർശിക്കുക. അപ്പൊ ഇത് വലിയൊരു ആവശ്യമാണ് അല്ലെ? ഞാൻ പറഞ്ഞു, ഒരാളുടെ ഒരു മൊത്തം ഡെവലപ്മെന്റിന്റെ വളരെ ഇപ്പോ അഷീലും സൂചിപ്പിക്കണ്ടായി. അതായത് ഗവൺമെന്റ് പല പ്രോഗ്രാംസും നടത്തുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് കോക്ലിയർ ഇംപ്ലാന്റേഷൻ. അവരെ തിരിച്ച് നോർമൽ അവസ്ഥയ്ക്ക് കൊണ്ടുവരാൻ പറ്റുകയാണ്. വേറെ ഒരു ഹാൻഡിക്യാപ്ഡ്നെസ്സും അല്ലെങ്കിൽ ഒരു വൈകല്യങ്ങളും ഈ ഒരു രൂപത്തിലോട്ടും മാറ്റി മറിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഈ കോവിഡ് സമയത്ത് നമുക്ക് ഇത് ഒരു പരിധിയിലപ്പുറം ഇനി നമുക്ക് വെയിറ്റ് ചെയ്യാൻ വയ്യ. കാരണം കോവിഡ് പോകുന്നില്ല എന്ന് നമ്മൾ മനസ്സിലാക്കും. അപ്പൊ നമുക്ക് ഇന്റർവെൻഷൻ ചെയ്തേ പറ്റൂ. ഹോസ്പിറ്റലിൽ സേഫ് ആയിട്ടുള്ള സ്ഥലം തന്നെയാണ്. നമ്മൾ കോവിഡ് ടെസ്റ്റ് പേഷ്യന്റിന്റെ, അതായത് കുട്ടിയുടെ കോവിഡ് ടെസ്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ സർജറി ചെയ്യുന്നത്. കുട്ടീനെ അഡ്മിറ്റ് ചെയ്യുന്നു, കോവിഡ് ടെസ്റ്റ് ചെയ്യുന്നു, നെഗറ്റീവ് ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. പിന്നെ ഈ രൂപത്തിൽ എല്ലാ പ്രിക്കോഷൻസും സ്റ്റാഫും ഡോക്ടേഴ്സും എടുത്തിട്ടാണ് സർജറി ചെയ്യുന്നത്. അതുകൊണ്ട് സേഫ് ആണെന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. താങ്ക് യു സർ. ഒരു റീഅഷുറൻസ് ആയിരുന്നു അത്. ഒന്നുകൂടെ അത് ഉറപ്പാക്കി തന്നതിന് നന്ദി. അടുത്ത ചോദ്യം മിസ്റ്റർ സുമനോടാണ്. ചോദ്യം ഇതാണ്: ഞാൻ എൻ്റെ കുട്ടിക്ക് കോക്ലിയർ ഇംപ്ലാന്റ് ശസ്ത്രക്രിയ ചെയ്യാൻ തീരുമാനിച്ചു. ഇപ്പോൾ സർജറി ചെയ്യുന്നത് വരെ ശ്രവണ സഹായം ധരിക്കേണ്ട ആവശ്യമുണ്ടോ? നമ്മുടെ നാട്ടിൽ ഇപ്പം ഈ ഒരു സിറ്റുവേഷനിൽ ചിലപ്പം കോക്ലിയർ ഇംപ്ലാന്റ് ശസ്ത്രക്രിയ നടത്താൻ കുറച്ച് താമസം ഉണ്ടെങ്കിലും ആ സമയം വെറുതെ കളയാതെ നമ്മൾ എത്രയും പെട്ടെന്ന് ഒരു ശ്രവണ സഹായി ഉപയോഗിക്കുകയും നമ്മുടെ കുട്ടികളുടെ ചെവികൾ സംബന്ധമായിട്ട് ഞരമ്പുകളെ മാക്സിമം സ്റ്റിമുലേറ്റ് ചെയ്യുകയും അതിലൂടെ അമ്മയും കുട്ടിയുമായിട്ട് അല്ലെങ്കിൽ അച്ഛനും കുട്ടിയുമായിട്ട് ഒരു എമോഷണൽ ആയിട്ട് രീതിയിൽ അവരെ ബോണ്ട് ചെയ്യാൻ പറ്റും. കാരണം നമ്മുടെ കുട്ടികളുടെ ചെവിയിൽ ഏതൊരു സാധനം വെച്ചാൽ അവരുടെ അടുത്ത് തട്ടിമാറ്റിക്കളി. ഇപ്പൊ നമ്മൾ കേൾവി ടെസ്റ്റ് ഞങ്ങൾ ചെയ്യുമ്പോൾ തന്നെ കൊച്ചു കുട്ടികൾ പോലും നമ്മൾ കേൾവി ടെസ്റ്റ് ചെയ്യുമ്പോൾ അവർ ചെവിയിലെത്ത് നമ്മൾ എന്തെങ്കിലും വെക്കുമ്പോൾ തന്നെ അവർ തട്ടിക്കളയും. അപ്പം ആ ഒരു
രീതിയിൽ നിന്ന് ഒരു വ്യത്യാസം വരുത്തുന്ന നമ്മൾ ശ്രവണ സഹായി ഉപയോഗിക്കുകയും, അപ്പം ആ ശ്രവണ സഹായി ഉപയോഗിക്കുമ്പോൾ അതിലൂടെ നമുക്ക് കുട്ടീനെ ട്രെയിൻ ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് ഒരു കോക്ലിയർ ഇംപ്ലാന്റിലോട്ട് പോയി കഴിഞ്ഞാൽ അവർക്ക് കുറച്ചുകൂടെ നല്ല രീതിയിൽ ഇമ്പ്രൂവ്മെന്റ് വരുത്താനും പറ്റും. അതിപ്പം ഓട്ടോ വെർബൽ തെറപ്പിസ്റ്റ് ആയാലും കുട്ടികളുടെ പേരൻസ് ആയാലും, കുട്ടിയുടെ പേരൻസിനായാലും അവർക്ക് നല്ല രീതിയിൽ സംസാരിച്ച് അവർക്ക് നല്ല രീതിയിൽ ഒരു അവയർനെസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അവർക്ക് സംസാരം പെട്ടെന്ന് തന്നെ മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. സംസാരം ഭാഷ പെട്ടെന്ന് പഠിച്ചെടുക്കാനും പറ്റും. അപ്പം ഉറപ്പായിട്ടും നമുക്ക് ഒരു ശ്രവണ സഹായി കോക്ലിയർ ഇംപ്ലാന്റ് ശസ്ത്രക്രിയക്ക് മുമ്പ് ഉപയോഗിക്കണമെന്ന് തെറ്റൊന്നുമില്ല. ഓക്കെ, അടുത്ത ചോദ്യവും താങ്കളോടാണ് ശ്രീ സുമൻ. ചോദ്യം ഇതാണ്, ഒരു കോക്ലിയർ ഇംപ്ലാന്റിൽ അടങ്ങിയിരിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ് എന്നൊന്ന് വിശദീകരിക്കാം. അപ്പൊ ഒരു കോക്ലിയർ ഇംപ്ലാന്റിനകത്ത് 2 ഘടകങ്ങളാണ്. ഒന്ന് ഇന്റേണൽ, നമ്മൾ ശസ്ത്രക്രിയയിലൂടെ ചെവിനുള്ളിൽ വെക്കുന്ന ഒരു ഇന്റേണൽ ഇംപ്ലാന്റ്. ഇതാണ് ഒരു ഇന്റേണൽ ഇംപ്ലാന്റ്. അപ്പം ഇതിന് ഒരു മാഗ്നറ്റ് ഉണ്ട്, റിസീവർ കോയിൽ, ഒരു റിസീവർ ട്രാൻസ്മിറ്റർ സ്റ്റിമുലേറ്റർ ഉണ്ട്, പ്ലസ് ഇലക്ട്രോഡ്സ്. ഇത്രയും കാര്യമാണ് ഒരു ഇന്റേണൽ ഇംപ്ലാന്റിനകത്ത്. പിന്നെ എക്സ്റ്റേണൽ ഇംപ്ലാന്റിനകത്ത് കോക്ലിയർ സൗണ്ട് പ്രോസസർ, ഒരു BT ഡിവൈസിലൂടെ ഒരു സൗണ്ട് പ്രോസസറും, പിന്നെ ഓഫ് ദി ഇയർ പറഞ്ഞ വേറൊരു പുതിയ ടെക്നോളജിയാണ് ഓഫ് ദി ഇയർ സൗണ്ട് പ്രോസസർ. ഈ ഒരു വ്യത്യസ്ത രണ്ട് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് പ്രോസസേഴ്സ് ഉണ്ട്. അപ്പം ശസ്ത്രക്രിയയിലൂടെ ചെവിനുള്ളിൽ വെക്കുന്ന ഒരു ഇംപ്ലാന്റ് വെച്ച് കഴിഞ്ഞിട്ട് ഒരു 22 ദിവസം, ഈ 1 മാസം കഴിഞ്ഞിട്ടാണ് നമ്മൾ സ്വിച്ച് ഓൺ ചെയ്യുന്നത്. സ്വിച്ച് ഓൺ ദിവസം നമ്മൾ സൗണ്ട് പ്രോസസർ വെച്ച് കുട്ടിയുടെ ഇംപ്ലാന്റ് നമ്മൾ ആക്ടിവേറ്റ് ചെയ്യുകയും ചെയ്യണം. ആ ആക്ടിവേഷൻ കഴിഞ്ഞാൽ ഉടനെ ആണ് കുട്ടിയുടെ റെസ്പോൺസസ്. ചില കുട്ടികൾക്ക് സൗണ്ട് സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ തന്നെ അവർ കേൾക്കുന്ന ഫസ്റ്റ് സൈൻ ആണ് അവർക്ക് അറിയാൻ തുടങ്ങും കുട്ടികൾ പെട്ടെന്ന്. കാരണം അവർക്ക് പെട്ടെന്ന് എല്ലാം സൗണ്ട് കൃത്യമായിട്ട് ക്ലിയർ ആയിട്ട് കേൾക്കുന്ന രീതിയിലാണ്. ആ ഒരു കരച്ചിലൂടെ നമുക്ക് മനസ്സിലാക്കാം കുട്ടി ക്ലിയർ ആയിട്ട് കേൾക്കുന്നുണ്ട്. അതൊരു ഫസ്റ്റ് സൈനാണ്. അപ്പം അവസാനം ഞാൻ പറയുന്നത് കോക്ലിയർ ഇംപ്ലാന്റ് 2 പാർട്സ് ആണ്. ഒന്ന് ഇന്റേണൽ ഇംപ്ലാന്റും പിന്നെ കോക്ലിയർ സൗണ്ട് പ്രോസസർ. താങ്ക് യു സുമൻ. അടുത്ത ചോദ്യം സർ ഡോക്ടർ ഷർഫുദ്ദീനോടാണ്. നമ്മൾ നേരത്തെ 2 ചെവിയിലും ഇംപ്ലാന്റ് ചെയ്യുന്നതിന്റെ പ്രാധാന്യത്തെ കുറിച്ച് സംസാരിച്ചു. അപ്പോൾ ഞാൻ എൻ്റെ കുട്ടിയുടെ 2ാമത്തെ ചെവി ഇംപ്ലാന്റ് ചെയ്യാൻ വേണ്ടി പണം സ്വരൂപിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. അത് ഏകദേശം 1 വർഷം എടുക്കും. അങ്ങനെയാണെങ്കിൽ ഞാൻ 1 വർഷം കൂടെ വെയിറ്റ് ചെയ്തിട്ട് 2 ചെവിയിലും കൂടെ സർജറി ഒരുമിച്ച് ചെയ്താൽ മതിയോ എന്നാണ് ചോദ്യം. എന്തായാലും നമ്മള് ഒരു ഇംപ്ലാന്റ് ചെയ്യാനുള്ള ഫണ്ട് ഇപ്പൊ നമ്മുടെ അടുത്തുണ്ട്, അവരെടുത്തുണ്ട്. 2ാമത്തെ ഇംപ്ലാന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർക്ക് ഇത്തിരി സമയം വേണ്ടത്. അപ്പൊ അതിന്റെ കൂടെ ചെയ്താൽ മതിയോ ആദ്യത്തെ ഇംപ്ലാന്റ് എന്നുള്ളതാണ് ചോദ്യം. പക്ഷേ ഒന്നെങ്കിലും ഒരു ചെവി കൊണ്ട് തന്നെ എത്ര ആളുകൾ ലോകത്ത് ജീവിക്കുന്നുണ്ട്. അവർ പലപ്പോഴും അറിയുന്നത് തന്നെ കുറെ വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു ചെവിയാണ് കേൾക്കുന്നുള്ളൂ എന്നുള്ളത്. അപ്പോൾ എത്രയും പെട്ടെന്നുള്ള ഇന്റർവെൻഷന്റെ ഇമ്പോർട്ടൻസും എത്രയും പെട്ടെന്ന് ആക്ട് ചെയ്യേണ്ട ഇതിന്റെ പ്രാധാന്യത്തെ കുറിച്ചും നമ്മൾ ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു. അപ്പൊ ഇതിനുള്ള ഉത്തരം അറ്റ് ദ ഏർലിയസ്റ്റ് ആദ്യത്തെ ചെവി ചെയ്യുക, 2ാമത്തെ ചെവി എത്രയും പെട്ടെന്ന് ഫണ്ട് ഉണ്ടാക്കിയിട്ട് ചെയ്യുക എന്നുള്ളത്. അപ്പൊ അത് എത്രയും പെട്ടെന്ന് ആദ്യം ചെവി ചെയ്യുക, 2ാമത്തെ ചെവിയും എത്രയും പെട്ടെന്ന് ചെയ്യുക. വളരെ നന്ദി, വളരെ നന്ദി അതിനൊരു ഉത്തരം നൽകി ഡോക്ടർ ഷറഫുദ്ദീൻ. അടുത്ത ചോദ്യം 2 പേരോടും കൂടിയാണ്. ഈ ചോദ്യം ഞാൻ ആദ്യം ഡോക്ടർ ഷറഫുദ്ദീനോട് ചോദിക്കാം. വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ഇത്. പലരുടെയും മനസ്സിൽ ഇത് ഉണ്ടാവാം. ആരാണ് ഏറ്റവും നല്ല കോക്ലിയർ ഇംപ്ലാന്റ് സർജൻ? ഏറ്റവും നല്ല കോക്ലിയർ ഇംപ്ലാന്റ് ഓഡിയോളജിസ്റ്റ് എവിടെയാണ്? ഏറ്റവും നല്ല തെറപ്പിസ്റ്റ് ആരാണ്? ഏതാണ് ഏറ്റവും നല്ല കമ്പനി? ഇതാണ് ഒരു ചോദ്യം. ഡോക്ടർ ഷറഫുദ്ദീൻ, താങ്കളോടാണ് ഈ ചോദ്യം ആദ്യമായിട്ട് ചോദിക്കുന്നത്. ഇത് ഈ ചോദ്യം കേൾക്കുമ്പോൾ എനിക്ക് ആദ്യമായിട്ട് പറയാനുള്ളത്, ഒരു കേൾവിക്കുറവുണ്ട് എന്ന് ഒരു പാരന്റ് അറിയുമ്പോൾ, കുട്ടിക്ക് കേൾവിക്കുറവുണ്ട് എന്ന് അറിയുമ്പോൾ ആദ്യം അവരുടെ മനസ്സിൽ വരുന്ന 4 ചോദ്യങ്ങൾ അവിടെ ഇട്ടിട്ടുള്ളത് ശരിക്കും. അപ്പൊ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യമാണ് അല്ലേ? അപ്പോ അതിനുള്ള ഉത്തരം സത്യം പറയുകയാണെങ്കിൽ കേരളത്തിന്റെ പശ്ചാത്തലത്തിൽ നിന്ന് പറയുകയാണ് എങ്കിൽ നമ്മുടെ നാട്ടില് ഈ കോക്ലിയർ ഇംപ്ലാന്റേഷന്റെ പുറകെ കൂടിയ ഡോക്ടേഴ്സും ടീമും അവരൊക്കെ വളരെ കമ്മിറ്റഡാണ്. അവരൊക്കെ വളരെ കമ്മിറ്റഡാന്ന് പറഞ്ഞു കഴിഞ്ഞാല്, പിന്നെ നേരത്തെ പറഞ്ഞല്ലോ, 20ഓളം പ്രൊഫഷണൽസ് ഇന്ത്യയിൽ റിസ്ക് എടുത്തിട്ട്
ഈ ഓസ്ട്രേലിയയിൽ സിഡ്നിയിൽ പോയിട്ട് അതിന്റെ ട്രെയിനിങ് ഒക്കെ അറ്റൻഡ് ചെയ്യാന്ന് പറയുമ്പോൾ അവർ കമ്മിറ്റഡ് തന്നെയാണ്. അവർ ദുബായും സിംഗപ്പൂരും വഴിയൊക്കെ തന്നെയാണ് ഞാനടക്കം ആളുകൾ ഇവിടുന്ന് പോയിട്ടുള്ളത്. അപ്പൊ ഞാൻ അങ്ങനെ പറയില്ല. അതേമാതിരി എത്ര വർഷങ്ങളുടെ എത്ര ആളുകളുടെ കമ്മിറ്റ്മെന്റ് ആണ് ഇന്ന് ഈ നടക്കുന്ന നമ്മുടെ കേരളത്തിലെ പ്രോഗ്രാമും അതിന്റെ ഒരു ഭാഗം മാത്രമാണ് നമ്മളൊക്കെ. ഇതേമാതിരി കുറെ ആളുകൾ ഇന്ത്യയിലുണ്ട്. ഇത് തുടങ്ങി വെച്ച കുറെ സീനിയർ സർജൻസ് അല്ലെ, നമുക്ക് കുറെ പേരുടെ പേര് പറയാൻ പറ്റും. അതേപോലെയുള്ള കമ്മിറ്റഡ് ആയിട്ടുള്ള ആളുകൾക്കേ ഉള്ളൂ ഇത് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റും. കാരണം ഈ കോക്ലിയർ ഇംപ്ലാന്റ് ഒരു ചെവിയിൽ സർജറി ചെയ്യുന്നതോടുകൂടെ സത്യം പറഞ്ഞാൽ അത് തുടങ്ങുകയാണ്. തീർച്ചയായും ഒന്നെങ്കിൽ ഈ സർജൻ അല്ലെങ്കിൽ ഓഡിയോളജിസ്റ്റ് അല്ലെങ്കിൽ തെറാപ്പിസ്റ്റ് പലപ്പോഴും ഞാൻ കാണുന്നത് ഒന്നുകിൽ അവരുടെ മരണം വരെ ആ ഒരു അസോസിയേഷൻ ഉണ്ടാവും, 99%. അതുകൊണ്ട് തന്നെ പല ENT സർജൻസും ഇത് ആ ഒരു കമ്മിറ്റ്മെന്റ് വല്ലാത്തൊരു കമ്മിറ്റ്മെന്റ് ആണോ എന്നുള്ളൊരു വിഷമം കൊണ്ട് അത് എടുക്കാറില്ല. പക്ഷെ അപ്പൊ ഇത് ഉള്ള റണ്ണിങ് ആയിട്ടുള്ള നമ്മുടെ നാട്ടിലുള്ള ഓരോ സെന്ററുകളും അതേപോലെ സസ്റ്റെയിൻ ചെയ്യും. അപ്പൊ പല കോക്ലിയർ ഇംപ്ലാന്റ് കമ്പനികൾ 1-2 കമ്പനികളൊക്കെ വന്ന് അതേപോലെ അപ്രത്യക്ഷമായി. അതെന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ കമ്മിറ്റഡ് ആയിട്ടുള്ള ആളുകൾക്ക് മാത്രമേ ഉള്ളൂ ഇതിൽ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുള്ളൂ, ഇതിൽ നിൽക്കാൻ പറ്റുള്ളൂ, നിലനിൽക്കുള്ളൂ. കാരണം ഇത് വെറും ഒരു സാമ്പത്തിക ബെനിഫിറ്റ് അല്ല ഇതിൽ ഉദ്ദേശിക്കുന്നത്. ഇതിലുള്ള എല്ലാവരും എനിക്ക് ഉറപ്പാണ്. ഈ ഒരു കോക്ലിയർ ഇംപ്ലാന്റ് ടീം നടത്തുന്ന ആ ഒരു പ്രോഗ്രാം റൺ ചെയ്യുന്ന ഓരോ ഹോസ്പിറ്റലുകളും അവരുദ്ദേശിക്കുന്ന ഈ ഒരു സമൂഹത്തെ ഇത്രയും ബെനിഫിറ്റ് കിട്ടുന്ന ഒരു ഡിസേബിലിറ്റി കറക്റ്റ് ചെയ്ത് കൊടുക്കാനുള്ള അതിൻ്റെ ഒരു ഭാഗമാവണം എന്നുള്ള നിർബന്ധം കൊണ്ടും അതിനുള്ള ഭയങ്കര ആശ കൊണ്ടും ആഗ്രഹം കൊണ്ടുമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നത് നമ്മളെ ഇവിടെയുള്ള എല്ലാവരും എല്ലാ ടീമും നമുക്ക് നല്ല ടീമുകൾ തന്നെയാണ്. പ്രത്യേകിച്ച് കേരളത്തിന്റെ കാര്യം പറയുകയാണെങ്കിൽ കേരള ഗവൺമെന്റ് പ്രോഗ്രാം അത്രയും നല്ലതാണ്. കേരള ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകളിൽ വരെ നമ്മൾ എത്രയും നല്ല ഫെസിലിറ്റീസും ഇതൊക്കെ ഉണ്ട് നമ്മുടെ കേരളത്തില്. അപ്പോ അതിന്റെ കാര്യത്തിൽ എനിക്ക് ഈ രക്ഷിതാക്കളോട് പറയാനുള്ളത്, അതിന്റെ കാര്യത്തിൽ കേരളത്തിനെ സംബന്ധിച്ചോളം നിങ്ങൾ ഒന്നും ഭയപ്പെടേണ്ട കാര്യമില്ല. കേരളത്തിലെ എല്ലാ സെന്ററുകളും എല്ലാ ഡോക്ടേഴ്സും എല്ലാ തെറാപ്പിസ്റ്റും എല്ലാ ഓഡിയോളജിസ്റ്റുകളും വളരെ വളരെ ഇതിനും വേണ്ടി കമ്മിറ്റഡും ആയിട്ടുള്ള ഒരു ടീം തന്നെയാണ്. അതുകൊണ്ട് ധൈര്യമായിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാം എന്നുള്ളത് തന്നെയാണ് എൻ്റെ അതിനുള്ള ഒരു ഉത്തരം. ഇതിലും മികച്ച രീതിയിൽ ഇതിന് എങ്ങനെ ഉത്തരം നൽകാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. പക്ഷെ നമ്മൾക്ക് മിസ്റ്റർ സുമന്റെ വാക്കുകൾ കൂടെ ശ്രദ്ധിക്കാം. ഞാൻ ഡോക്ടർ ഷറഫുദ്ദീൻ പറഞ്ഞ പോലെ ഞാൻ പൂർണ്ണമായിട്ടും യോജിക്കുന്നുണ്ട് ഡോക്ടർ ഷറഫുദ്ദീൻ പറഞ്ഞത്. ഇതിനകത്ത് ഈ ഒരു കോക്ലിയർ ഇംപ്ലാന്റ് പ്രോജക്റ്റിന് വേണ്ടത് ഫുൾ ഓൺ കമ്മിറ്റ്മെന്റ്, പിന്നെ അത്രയും ഹാർഡ് വർക്കും എഫേർട്ടാണ്. കാരണം ഈ ഒരു ടീം അപ്രോച്ച് നമ്മൾ ചെയ്യുമ്പോൾ, ഇപ്പൊ നമ്മൾ കോക്ലിയർ ഇംപ്ലാന്റ് ടീം നമ്മൾ കാണുമ്പോൾ തന്നെ ENT സർജൻ, ഓഡിയോളജിസ്റ്റ്, ഓട്ടോറിവേബൽ തെറപ്പിസ്റ്റ്, നഴ്സസ്, അനസ്തേഷ്യോളജിസ്റ്റ്, റേഡിയോളജിസ്റ്റ് അങ്ങനെ ഇത്രയും ഒരു വലിയൊരു ടീം ഇതിനകത്ത് ഇൻവോൾവ് ആണ്. അപ്പൊ ഇത്രയും വലിയൊരു ടീം ഇൻവോൾവ് ആവുമ്പോൾ സ്വാഭാവികമായിട്ടും ഇവരുടെ ടൈം ഇതിനു വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. ജസ്റ്റ് ടൈം മാത്രമല്ല, ഇതിനു വേണ്ടി എത്രയും എഫേർട്ട് എടുത്തിട്ട് ഈ ഒരു പ്രോജക്റ്റിനെ സക്സസ്ഫുൾ ആക്കാൻ വേണ്ടി ഇന്ന് വലിയൊരു ടീമിന്റെ ഫുൾ ഓൺ എഫേർട്ട് എടുത്താൽ മാത്രമേ ഈ പ്രോജക്ട് സക്സസ്ഫുൾ ആവുള്ളൂ. എന്നിട്ട് ആരെങ്കിലും ഒരാൾ ബാക്ക് ഔട്ട് ചെയ്ത് തന്നെ അപ്പൊ ആ പ്രോജക്ട് എവിടെയെങ്കിലും ഒന്ന് സ്റ്റക്ക് ആവും. കാരണം ഈച്ച് ആൻഡ് എവറി മെമ്പർ ഓഫ് ദ ടീം, ദാറ്റ് ഇസ് ഒരു ടീം, ആ ടീമിനകത്ത് എല്ലാ മെമ്പേഴ്സും ഈക്വൽ ഇമ്പോർട്ടൻസ് ആണ് വേണ്ടത്. ഈക്വൽ ഇമ്പോർട്ടൻസ് ആയിട്ട് നമ്മൾ അത്രയും കെയർഫുൾ ആയിട്ട്, കാരണം ഇതിനകത്ത് ഇൻവോൾവ് ആവുന്ന ഒരു കുട്ടിയുടെ ജീവിതമാണ്. നമ്മൾ അത്രയും കെയർ എടുത്തിട്ടാണ് നമ്മൾ ആ കുട്ടിയുടെ ജീവിതം, ആ കുട്ടിയുടെ സ്വപ്നങ്ങൾ, പേരൻസ് ആ കുട്ടിക്ക് വേണ്ടി കണ്ട സ്വപ്നങ്ങളെല്ലാം നമ്മൾ സാക്ഷാത്കരിക്കാൻ വേണ്ടി നമ്മൾ മാക്സിമം അതിന് വേണ്ടി നമ്മൾ പരിശ്രമിക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൂടാണ്ട് എനിക്ക് ജസ്റ്റ് ഇതിനകത്ത് എൻ്റെ ഒരു അഭിപ്രായം കൂടി ഞാൻ അറിയിക്കുകയാണ്. ഇതിനകത്ത് സാറ് പറഞ്ഞ പോലെ തന്നെ ഈ കേരളത്തിൽ നടത്തുന്ന എല്ലാ ഹോസ്പിറ്റൽ, ഈ കോക്ലിയർ ഇംപ്ലാന്റ് സർജറി നടത്തുന്ന എല്ലാ ഹോസ്പിറ്റലും ഇന്ന് ഫുള്ളി എക്യുപ്ഡ് ആണ്. പക്ഷേ എനിക്ക് പേരൻസിനോട് പറയുന്ന ഒരു കാര്യമുണ്ട്, അധികം നമ്മൾ സമയം ചെലവാക്കാൻ പാടില്ല. ഇതിനു വേണ്ടി ഒരു വിൻഡോ ഷോപ്പിംഗ് ചെയ്യുന്ന പോലെ ഒരു ഹോസ്പിറ്റലിൽ ചെന്നിട്ട് അവരുമായിട്ട് അഭിപ്രായങ്ങളെല്ലാം കേട്ട് മനസ്സിലാക്കി പിന്നെ അടുത്ത ഹോസ്പിറ്റലിൽ പോയിട്ട് അവരുടെ അഭിപ്രായം, നമ്മൾ ഏത് ഹോസ്പിറ്റലിൽ പോയാലും ഏത് കോക്ലിയർ ഇംപ്ലാന്റ് സെന്റേഴ്സിൽ പോയാലും ഇവരെല്ലാവരും പറയുന്ന ഒറ്റ കാര്യമാണ്, ആസ് ഏർലി. ഇപ്പം നമ്മുടെ ഈ വെബിനാറിന്റെ ടീം തന്നെയാണ് ഏർലി ഇന്റർവെൻഷൻ, നേരത്തെ നടത്തുന്ന ഇടപെടലാണ്. അപ്പം നമ്മൾ ഈ ഏർലി ഇന്റർവെൻഷൻ വരുമ്പോൾ നമ്മൾ അത്രയും കമ്മിറ്റഡ് ആയിരിക്കും. നമ്മൾ ഒരു ഹോസ്പിറ്റലിൽ മറ്റേ ഹോസ്പിറ്റലിൽ പോയി നമ്മൾ വെറുതെ സമയം കളയുമ്പോൾ നമ്മുടെ സമയം മാത്രമല്ല കളയുന്നത്, നമ്മുടെ കുട്ടിയുടെ കേൾവി സംബന്ധമായ വളർച്ചയുടെ സമയം നമ്മൾ കളയുന്നത്, കുട്ടിയുടെ ഭാഷ വളർച്ചയുടെ സമയം കളയുന്നത്, കുട്ടിയുടെ സംസാരത്തിന്റെ വളർച്ചയുടെ സമയമാണ് നമ്മൾ ഇതിനകത്ത് കളയുന്നത്. സോ ഈ സമയം കളയാതെ നമ്മൾ ഏതെങ്കിലും ഒരു സെന്ററായിട്ട് സ്റ്റിക്ക് ഓൺ ചെയ്തിട്ട് ആ സെന്റർ അവിടുത്തെ ENT സർജനും അവിടുത്തെ ഓഡിയോളജിസ്റ്റും ഓട്ടറി വെർബൽ തെറപ്പിസ്റ്റും ഒക്കെ പറയുന്ന നിർദ്ദേശങ്ങൾ കൃത്യമായിട്ട് പാലിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കുട്ടികളുടെ
സ്വപ്നങ്ങൾ നമുക്ക് സാക്ഷാത്കരിക്കാൻ പറ്റും എന്ന് മാത്രമേ എൻ്റെ നന്ദി. നന്ദി, നമസ്കാരം.